നമസ്കാരം. വോയിസ് ഓഫ് മാന്നാർജിയിലേക്ക് സ്വാഗതം. ഞാൻ മാന്നാർജി രാധാകൃഷ്ണൻ വൈദ്യർ, റിട്ടയർഡ് ഫിസിഷ്യൻ, ആര്യവൈദ്യ ഫാർമസി, കോയമ്പത്തൂർ ലിമിറ്റഡ്. എൻ്റെ ഫോൺ നമ്പർ 9447352982. നിങ്ങൾ ഈ വോയിസ് ഓഫ് മാന്നാർജി കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫോർവേഡ് ചെയ്യുക. മറ്റ് സുഹൃത്തുക്കളെ അതിനെ പ്രേരിപ്പിച്ച് എന്നെ സഹായിക്കുക. ഓക്കെ, ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം. ഇപ്പോൾ ഭയങ്കര ചൂടാണല്ലോ. അപ്പോൾ ചൂടിനെ സംബന്ധിച്ചുള്ള ഒരു കാര്യങ്ങളും അതിൻ്റെ വിഷമതകളും അതിൻ്റെ പരിഹാര നിർദ്ദേശങ്ങളും നാട്ടുവൈദ്യത്തിൽ എങ്ങനെയാണെന്നുള്ളതും ചെറിയ വാക്കുകളിൽ ഞാൻ പറയാം. സാധാരണ ഇപ്പോൾ ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് 4 മാസങ്ങൾ ചൂടിൻ്റെ കാലഘട്ടമാണ്. അത്യധികമായ ഉഷ്ണ കാറ്റും അതുപോലെ തന്നെ അന്തരീക്ഷ ഊഷ്മാവും ഒക്കെ നമ്മളെ ശല്യപ്പെടുത്തുന്ന സമയമാണ്. ഈ സമയത്ത് നമ്മളിതിൻ്റെ ശല്യങ്ങൾ പരമാവധി കുറയ്ക്കാൻ എന്ത് ചെയ്യണം എന്നുള്ളതാണ് ഈ ഒരു എപ്പിസോഡിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. പൊതുവെ ഈ സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ വിയർക്കുന്ന സമയമാണ്. പക്ഷേ വിയർപ്പ് നിർത്താൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുക? ഒന്നിൽ എ സി, ഇരിക്കുന്ന മുറിയിൽ എ സി വയ്ക്കും, അല്ലെങ്കിൽ സഞ്ചരിക്കുന്ന കാറിൽ എ സി വയ്ക്കും, ബെഡ്റൂമിൽ എ സി വയ്ക്കും. ഇത് വലിയ അപകടമുള്ള കാര്യമാണ്. കാരണം വേനൽക്കാലത്ത് ചൂട് കൊണ്ട് നമ്മുടെ ത്വക്ക് വികസിക്കുകയും ആ വികസിക്കുന്ന സമയത്ത് തൊലിയിലൂടെ അന്തരീക്ഷത്തിൽ നിന്ന് ബാക്ടീരിയകളും വൈറസുകളും ഒക്കെ നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുകയും ചെയ്യാൻ സാധ്യത വളരെ വളരെ കൂടുതലായതുകൊണ്ട് അതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി ആണ് വിയർപ്പ്. ത്വക്കിൽ വിയർപ്പ് പറ്റി പിടിച്ചു കഴിഞ്ഞാൽ, ശരീരം മുഴുവൻ വിയർത്ത് പറ്റി പിടിച്ചിരുന്നാൽ, വിയർപ്പ് ജലം ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ ഭേദിച്ച് ഉള്ളിലേക്ക് കിടക്കാൻ ഈ വൈറസുകൾക്കും മറ്റ് ബാക്ടീരിയകൾക്കും സാധിക്കില്ല. അതിന് പ്രകൃതി തന്നെ നമുക്ക് ചെയ്തു വച്ചിരിക്കുന്നതാണ് ഉഷ്ണകാലത്ത് ഉഷ്ണം, വിയർപ്പ്. അതുകൊണ്ട് വിയർക്കാനുള്ളതിനെ വിയർക്കാൻ വിടണം. നമ്മൾ വിയർപ്പ് തടയാൻ പാടില്ല. എ സിയിലൊക്കെ അല്പസമയം ഇരിക്കുക, എന്നാലും എപ്പോഴും അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശക്തി നശിക്കും, രോഗങ്ങൾ വരാനുള്ള സാധ്യത വളരെ കൂടും. പിന്നെ മറ്റൊന്ന് വിയർപ്പിൻ്റെ ദുർഗന്ധമാണ്. പലർക്കും ഏതാണ്ട് 90% ആളുകൾക്കും, പുരുഷനായാലും സ്ത്രീയായാലും അവർക്ക് വിയർപ്പിന് ദുർഗന്ധം ഉണ്ടാകും. അതുണ്ടാവാതിരിക്കാൻ നിസ്സാരമായൊരു മാർഗമുണ്ട്. നമ്മൾ ഈ കുരുമുളക് ചെടിയില്ലേ, അതിൻ്റെ ഇലയും ഈ കാട്ടിലും വനത്തിൻ്റെ അതിർത്തി പ്രദേശങ്ങളിലും സർപ്പക്കാവിൻ്റെ പരിസരത്തും ഒക്കെ ഉണ്ട്, തോട്ടുവരമ്പത്തും ഒക്കെ ഉണ്ടായിരിക്കുന്ന ഒരു ചെടിയുണ്ട്. അതിൻ്റെ ഈ തുളസിയുടെ വർഗത്തിൽപ്പെട്ടത് കാട്ടു തീർത്താവ് എന്ന് പറയും. തീർത്താവ്, അതിൻ്റെ ഇല. പിന്നെ നായുരുവി എന്ന് പറയുന്ന ഒരു തരം ചെടിയുണ്ട് നമ്മുടെ ശരീരത്തിൽ. അതിൻ്റെ ഇലയ്ക്ക് നല്ല സ്മെല്ലായിരിക്കും. ഇതിൻ്റെ ഇല, ഇത് മൂന്നും കൂടിയിട്ട് വെള്ളം തിളപ്പിക്കുക. ആ വെള്ളം നമ്മൾ കുളിക്കാൻ ഉപയോഗിക്കുക. ദുർഗന്ധം മാറിക്കിട്ടും. പൗഡർ ഉപയോഗിക്കുന്നതിനേക്കാളും മറ്റ് സ്പ്രേ ഉപയോഗിക്കുന്നതിനേക്കാളും ഒക്കെ നമ്മുടെ ശരീരത്തിന് ഏറ്റവും ഗുണകരമാണിത്. വേറെ ദോഷങ്ങളൊന്നും ചെയ്യില്ല. വേണമെങ്കിൽ ഒരു ചെറിയ കഷ്ണം മഞ്ഞൾ പൊടിയല്ല, ഈ വെള്ളത്തിൽ കുളിക്കുകയും ദിവസം 2 നേരം കുളിക്കുന്ന അല്ലെങ്കിൽ മേല് കഴുകുന്ന സ്വഭാവമെങ്കിലും എടുക്കുക. വിയർപ്പ് മാറ്റാൻ വേണ്ടി എ സിയിലിരിക്കുന്നത് തീരെ നിവൃത്തിയില്ലെങ്കിൽ മാത്രമേ ആകാവൂ. സ്ഥിരമായൊരു പരിപാടിയാകരുത്. ഫാനിടാം, അതും ഒഴിവാക്കിയിട്ട് നമ്മൾ ആ വിയർപ്പിനെ ഒന്ന് സഹിച്ചു നിന്നാൽ രോഗപ്രതിരോധ ശക്തി കൂടും. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് മനസ്സിലാക്കുക എല്ലാവരും. പിന്നെ ഈ വേനൽക്കാലത്ത് നമ്മൾ ചെയ്യേണ്ട മറ്റൊരു കാര്യം, നല്ല ശുദ്ധമായ പശുവിൻ പാല് തിളപ്പിച്ച് തൈരാക്കി അത് കടഞ്ഞെടുത്ത മോര്, അല്പം നാരങ്ങാനീര് പിഴിഞ്ഞെടുത്ത്, ചുവന്നുള്ളി അരിഞ്ഞിട്ട്, അതേപോലെ തന്നെ ഒരു പച്ചമുളക് അരിഞ്ഞിട്ട്, അല്പം ഇഞ്ചിയും ചതച്ചിട്ട് നല്ല ഭംഗിയായിട്ട് ഇളക്കി ഒരു രാത്രി വെച്ചിരുന്ന് പിറ്റേ ദിവസം രാവിലെ ആവശ്യത്തിന് ഉപ്പും ചേർക്കാം. ഇതൊന്ന് ഇളക്കിയെടുത്ത് അത് ദാഹത്തിന് കുടിക്കുന്നത് ഏറ്റവും നല്ലതാണ്. പിന്നെ എല്ലാവർക്കും ശുദ്ധമായ പശുവിൻ പാൽ കിട്ടണമെന്നില്ല. അപ്പം നമുക്ക് ചെയ്യാവുന്ന വേറൊരു കാര്യം, ചുക്ക്, കുരുമുളക്, കൊത്തമല്ലി, ജീരകം. കുരുമുളക് വേണ്ട, ചുക്ക്, ജീരകം, കൊത്തമല്ലി, ഇത് 3 കൂടി എടുക്കുക. ജീരകവും കൊത്തമല്ലി ഒന്ന് വറക്കുക, ചുക്ക് ചതച്ചിടുക. എല്ലാം ഒരേ അളവ് മതി. അത് വെള്ളം ഒഴിച്ച് തിളപ്പിക്കുക. എത്ര വെള്ളം ഒഴിക്കുന്നോ അതിൻ്റെ 4 ഭാഗം വറ്റിക്കുക. 4 ഭാഗം വറ്റിച്ചെടുത്ത് അരിച്ചെടുത്ത് ആ വെള്ളം ധാരാളം കുടിക്കുക. അപ്പോൾ നമ്മുടെ ശരീരത്തിലെ രക്തത്തിലുള്ള മാലിന്യങ്ങളെല്ലാം വിയർപ്പിലൂടെ വേഗം പുറത്തു പോകും. ശരീരത്തിനുള്ള ഉന്മേഷവും ഊർജ്ജസ്വലതയും കിട്ടും. രോഗങ്ങൾ വരാനുള്ള സാധ്യത കുറയും. രോഗം വരില്ല എന്ന് ഞാൻ പറയുന്നില്ല, രോഗം വരാനുള്ള സാധ്യത കുറയും. കട്ടിയുള്ള ആഹാരം അധികം കഴിക്കാതിരിക്കുക, ലൈറ്റ് ഫുഡ് കഴിക്കുക. രാത്രിയിൽ പ്രത്യേകിച്ചും കഴിയുമെങ്കിൽ ഈ മില്ലറ്റുകൾ, അരി, ചാമ, തിന, വരക്, കുതിരവാലി, പിന്നെ കമ്പ്, ഇതുപോലെയൊക്കെയുള്ള സാധനങ്ങൾ, ഇതിൻ്റെ അരിയിട്ട് കഞ്ഞി വെച്ച് കുടിക്കുക രാത്രിയിൽ. അതാണ് ഏറ്റവും നല്ലത്. ഓക്കെ.
നന്ദി, നമസ്കാരം. നമുക്ക് വീണ്ടും കാണാം അടുത്ത ഒരു വിഷയവുമായിട്ട്. ഞാൻ മാന്നാർ ജി രാധാകൃഷ്ണൻ വൈദ്യർ, പാലക്കാട്, റിട്ടയർഡ് ഫിസിഷ്യൻ, ആര്യവൈദ്യ ഫാർമസി, കോയമ്പത്തൂർ ലിമിറ്റഡ്. നിങ്ങളെല്ലാവരും വോയിസ് ഓഫ് മാന്നാർ ജി കാണുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫോർവേഡ് ചെയ്യുക, എല്ലാവരെയും അതിന് പ്രേരിപ്പിക്കുക. നമസ്തേ.